അനുദിന വചനവും വിചിന്തനവും. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. മാർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്നു. ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക? അവർ ഇപ്രകാരം വിചാരിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം? തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയുമെടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയുമെടുത്ത് വീട്ടിലേക്ക് പോവുക. തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയുമെടുത്ത് എല്ലാവരും കാണുക പുറത്തേക്ക് പോയി. എല്ലാവരും വിസ്മയിച്ചു. ഇതുപോലൊന്നും ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. സുവിശേഷ വിചിന്തനം. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു എന്ന സങ്കീർത്തന ഭാഗം അന്വർത്ഥമാക്കുന്ന യേശുനാഥനെയാണ് ഇന്ന് നാം സുവിശേഷ ഭാഗത്ത് കണ്ടുമുട്ടുന്നത്. ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന സന്ദേശവും നൽകപ്പെടുന്നു. പാപത്തിൻ്റെ ഫലമാണ് രോഗമെന്ന് യഹൂദർ കണക്കാക്കിയിരുന്ന പശ്ചാത്തലത്തിലാണ് തളർവാദ രോഗിയുടെ പാപങ്ങൾ ക്ഷമിച്ചുകൊണ്ട് യേശു സൗഖ്യം നൽകുന്നത്. യേശു നൽകുന്ന ഈ അത്ഭുത സൗഖ്യത്തിൽ നിന്ന് പരസ്നേഹ പ്രവൃത്തികളുടെ 3 വ്യത്യസ്ത തലങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 1. തളർവാദ രോഗിയുടെ ദയനീയാവസ്ഥ തുലനം ചെയ്തുകൊണ്ട് ഞാനായിരിക്കുന്ന സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്ന കിടപ്പ് രോഗികളോടുള്ള എൻ്റെ മനോഭാവവും പ്രതികരണവും എപ്രകാരമുള്ളതാണ്. യേശുവിൻ്റെ അനുകമ്പാർദ്രമായ മനോഭാവം സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. 2. തടസ്സങ്ങളേറെ ഉണ്ടായിട്ടും യേശുവിൻ്റെ പക്കലെത്തിക്കുവാൻ ആത്മസമർപ്പണം ചെയ്യുന്ന തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് അവരെ പോലെ നമ്മുടെ അനുകമ്പ വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിർത്താതെ കഴിവിൻ്റെ പരമാവധി പ്രാവർത്തികമാക്കുവാൻ പരിശ്രമിക്കണം. എൻ്റെ അനുകമ്പയും വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതാണോ? സഹിക്കുന്നവർക്കായി സാധ്യമായതെല്ലാം ചെയ്യുവാൻ ഞാൻ സന്നദ്ധനാണോ? 3. തടസ്സങ്ങളുണ്ടാകുമ്പോൾ ആരെയും ഭയപ്പെടാതെ നന്മ ചെയ്യുവാൻ സാധിക്കണം. തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്മാറുന്ന മനോഭാവമാണോ എൻ്റേത്? ദൈവം നമ്മിൽ ചൊരിഞ്ഞ അത്ഭുത പ്രവൃത്തികൾ വിസ്മരിക്കാതെ നന്മ മാത്രം ചെയ്ത് കടന്നുപോയവൻ്റെ പിന്നാലെ നന്മ ചെയ്ത് ഈ ലോക തീർത്ഥാടനം നമുക്കും പൂർത്തീകരിക്കാം.